ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 47 ഉലൂഖലബന്ധനം. ശ്ലോകം 5. വേദമാർഗപരിമാർഗിതം രുഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുകൃതിന്യുലൂഖലേ ദീയമാന നവനീതമോദവേ. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. വേദ മാർഗ പരിമാർഗിതം രുഷാ ത്വാം അവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സംദദർശ സുകൃതിന്യുലൂഖലേ ദീയമാന നവനീതം ഓതവേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വേദമാർഗ പരിമാർഗിതം, വേദമാകുന്ന മാർഗത്തിലൂടെ അന്വേഷിക്കപ്പെടുന്ന. രുഷ കോപത്തോടുകൂടി, ത്വാം അങ്ങയെ, അവീക്ഷ്യ കാണാതെ, പരിമാർഗയന്തി അന്വേഷിക്കുന്നവളും, അസൗ ഈ യശോദ, സന്തദർശ കണ്ടു, സുകൃതിനി പുണ്യം ചെയ്തവളുമായ, ഉലൂഖലേ ഉരലിലിരുന്ന്, ദീയമാനം കൊടുക്കുന്ന അങ്ങയെ, നവനീതം വെണ്ണ, ഓതവേ പൂച്ചയ്ക്ക്. നമുക്കിതിലെ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കേണ്ടതെന്നൊന്ന് നോക്കാം. വേദമാർഗ പരിമാർഗിതം, വേദ എന്നുള്ളതിൻ്റെ ദ എന്ന് ദയേലത്തെ ദ എന്നാണ്. രുഷാ ത്വാം അവീക്ഷ്യ, ത്വാം നവള ത്വാമവീക്ഷ്യ ചേർത്തെഴുതുമ്പോൾ ത്വാ നവള ചിഹ്നം ദീർഘം അതൊക്കെ ശ്രദ്ധിച്ചോളൂ. വീക്ഷ്യ എന്നുള്ളതിൻ്റെ ക്ഷ്യ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. പരിമാർഗയന്ത്യസൗ സന്തദർശ സുകൃതിനി ഉലൂഖലേ, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദീയമാന നവനീതമോദവേ എന്നാണത്. ഒന്നിച്ചിട്ടത് ദീയമാനന എന്നൊന്നും വായിക്കരുത്. ദീയമാന എന്ന് ഒരു വാക്ക്, നവനീതം എന്നൊരു വാക്ക്, ഓതവേ എന്ന് ഒരു വാക്ക്, അങ്ങനെ ചേർത്ത് എഴുതിയതാണത്. ദീയമാന നവനീതമോദവേ. പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ നമ്മളത് രണ്ടും എന്നാണ് വിചാരിക്കുക. വേറെ വേറെ വാക്കുകളാണ്. ദീയമാന നവനീതമോദവേ. വേദമാർഗ പരിമാർഗിതം രുഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുകൃതിന്യുലൂഖലേ ദീയമാന നവനീതമോദവേ. അടുത്തത് 6ാമത്തെ ശ്ലോകം. ത്വാം പ്രഗൃഹ്യ ബദഭീതിഭാവനാ ഭാസുരാനന സരോജമാശു സാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദതേ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. ത്വാം പ്രഗൃഹ്യ ബദഭീതി ഭാവനാ ഭാസുരാനന സരോജം ആശു സ രോഷ രൂഷിത മുഖീ സഖീ പുരോ ബന്ധനായ രശനാം ഉപാദതേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വാം അങ്ങയെ, പ്രഗൃഹ്യ മുറുകെ പിടിച്ചു, ഭീതിഭാവന ഭാസുരാനന സരോജം ഭയം അഭിനയിക്കുന്നതുകൊണ്ട് മനോഹരമായ മുഖകമലത്തോടു കൂടിയ, ആശു പെട്ടെന്ന്, സ അവൾ അല്ലെങ്കിൽ യശോദ, രോഷരൂഷിത മുഖി കോപം കൊണ്ട് കലുഷമായ മുഖത്തോടു കൂടിയവളായി, സഖീപുര തോഴിമാരുടെ മുമ്പിൽ വെച്ച്, ബന്ധനായ ബന്ധിക്കുന്നതിനായി, രശനാം കയർ, ഉപാദതേ ബദ എടുത്തു കഷ്ടം. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ത്വാം ത്വാ നവള ചിഹ്നം ദീർഘം മുറുക്കം ത്വാം എന്നുള്ളതിന്. പ്രഗൃഹ്യ ബദ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി.
ഭീതി ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭാവന ഭാസുരാനന ഇവിടെയും ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സരോജമാശു സാ രോഷരൂഷിതമുഖി ഖീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സഖി പുരോ ഇവിടെയും ഖീ എന്നുള്ളത് ഊന്നി പറയാനുള്ളതാണ്. ബന്ധനായ നാഥ എന്നാണ് ഥ എന്നുള്ളത്, അതുകൊണ്ടത് നന്നായിട്ട് ഊന്നി പറയണം. ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. രശനാമുപാദതേ രശനാം ഉപാദതേ അത് ചേർത്തിട്ടാണ് രശനാമുപാദതേ. ഉപാദതേ ദ ദേ രണ്ടും ദയയിലത്തെ ദ എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ത്വാം പ്രഗൃഹ്യ ബദ ഭീതി ഭാവനാ ഭാസുരാനന സരോജമാശു സാ രോഷരൂഷിതമുഖി സഖി പുരോ ബന്ധനായ രശനാമുപാദതേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.